ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കക്കുരു കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ചക്കക്കുരു നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. എന്താണ് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടായില്ലേ സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന്? അതുപോലെ എനിക്കും ഉണ്ടാകും കേട്ടോ അങ്ങനെ ആഗ്രഹം. അങ്ങനെയായിട്ടാണ് ഞാൻ സോപ്പ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. സോപ്പ് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറേ വ്ലോഗൊക്കെ കണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. അതായത് നമ്മുടെ ചക്കക്കുരുവൊക്കെ നമ്മൾ കുക്കറിലേക്ക് വെച്ച് അതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യണം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മുളക് പൊടി എന്നിവ ആഡ് ചെയ്യണം കേട്ടോ. അതിനാവശ്യത്തിനുള്ള വെള്ളം എടുത്ത് വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് അത് അടച്ച് വെച്ച് ഗ്യാസിൽ ഓണാക്കാം കേട്ടോ. അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസായ തക്കാളിയും കുറച്ച് മാങ്ങ കഷ്ണം കേട്ടോ. മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് നമ്മൾ തക്കാളിയും കൂടി ആഡ് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് അരിഞ്ഞ് വെച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് മീൻ നന്നാക്കി എടുക്കാം കേട്ടോ. ചാളയാട്ടം നന്നാക്കാവുന്നത്. നമുക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെയും പുറകെ നടക്കണ്ട കേട്ടോ. എന്താവശ്യത്തിനും നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ടല്ലോ. കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ വന്നാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ, നമ്മുടെ സ്വന്തമായ പൈസയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക എന്നുള്ളത്. എനിക്കങ്ങനെയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി അതിനിടയ്ക്ക് ഞാൻ വാഷിംഗ് സോപ്പ് ഉണ്ടാക്കാനുള്ള കൂട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. വാഷിംഗ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 600 ml വെള്ളം കാസ്റ്റിക് സോഡയും സോഡിയം സൾഫേറ്റും കൂടെ നമ്മൾ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനെ 6 മണിക്കൂർ സെറ്റാകാൻ വയ്ക്കണം കേട്ടോ. അതിന് ശേഷം കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അടുത്ത് ഞാൻ മീൻ നന്നാക്കി പൊരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ചക്കക്കുരു കറിയിലേക്കുള്ള തേങ്ങാരപ്പ് റെഡിയാക്കുക കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കണം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് അത് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചക്കക്കുരു കറി ആഡ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ തേങ്ങാരപ്പ് അരച്ച് വെച്ചാണ് തേങ്ങ ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അത് തിളച്ച് വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യണേ. നമ്മുടെ ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ചക്കക്കുരു കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.